കൂടി നമ്മോടൊപ്പം ശ്രീ സജി നന്ദ്യാട്ട്, ഈ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തെ അത് ഇനി എന്താണ് അതിൽ ഉണ്ടാകാൻ പോകുന്നത്? അതിൽ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ജാമ്യം കിട്ടാനുള്ള സാഹചര്യം? അല്ല, ജാമ്യം ലഭിച്ചതിന് നമുക്ക് ആർക്കും തന്നെ അതിനോട് മാനസികമായി യോജിക്കാൻ കേരളത്തിലെ ഒരു ജനതയ്ക്കും പറ്റത്തില്ല. കാരണം ഇത് നേരിട്ട് ചെയ്ത പൾസർ സുനിയാണെന്നും അതിജീവിത അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഇത് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത ആൾ പൾസർ സുനി എന്ന നിലയിൽ പൾസർ സുനിക്ക് 7 വർഷത്തിന് ശേഷം ജാമ്യം ലഭിച്ചതിന് നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. പക്ഷേ ലോ ഓഫ് ദി സ്റ്റേറ്റ് സുപ്രീം കോടതിയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ അംഗീകരിക്കാൻ എല്ലാ പൗരന്മാർക്കും, മാതൃകാപരമായ പൗരന്മാർക്ക് എല്ലാവർക്കും അത് ചെയ്തേ പറ്റൂ. അന്ന് നമ്മൾ ചെയ്തിരിക്കുന്നു. 109 ദിവസം. അപ്പൊ ഇവിടെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നായിട്ട് സുപ്രീം കോടതി പറയുന്നത് എന്താണ്? പ്രധാന കാരണം എന്ന് പറയുന്നത് വിചാരണ നീട്ടിക്കൊണ്ട് പോകുന്നു. പൾസർ സുനിയുടെ വക്കീല് സുപ്രീം കോടതിയിൽ വാദിച്ച വാദം ഇതാണ്: ദിലീപിന്റെ വക്കീലാണ് നീട്ടിക്കൊണ്ട് പോകുന്നത്, അതുകൊണ്ട് വിചാരണ എന്ന് തീരുമെന്ന് അറിയില്ല, അതിനാൽ എനിക്ക് ജാമ്യം ലഭിക്കണം. പല പ്രാവശ്യം ജാമ്യത്തിനായി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കാം, ഇന്ന് കേരള ജനത മുമ്പായി ഉന്നയിക്കാൻ പോണത്: ഈ പൾസർ സുനി എത്രയോ പ്രാവശ്യം ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്, പിന്നീട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ലക്ഷോപലക്ഷം രൂപ ഇതിനു വേണ്ടി മുടക്കുണ്ടല്ലേ? ഈ സാധാരണക്കാരായ ഒരു പൾസർ സുനിയുടെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. ആ ഒരാൾക്ക് ഇത്രയും രൂപ എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതില്ല. അതിന് ദുരൂഹതയുണ്ട്. അപ്പൊ ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണം, ഇത് ആരാണ്, എവിടെ നിന്നാണ്. അപ്പം ഈ ദിലീപിന്റെ വക്കീല് വിചാരണ നീട്ടിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞ വളരെ കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് രണ്ടും രണ്ടാണല്ലോ. ദിലീപിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ, ദിലീപിന്റെ എല്ലാ മൂവ്മെന്റ്സും എല്ലാവർക്കും അറിയാം. അവരെല്ലാം ദിലീപ് നിരീക്ഷണത്തിലാണല്ലോ. ദിലീപിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടതെല്ലാം 2012 മുതലുള്ള എല്ലാ ബാങ്ക് ഇടപാടുകളും, മൊബൈലുകളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. എല്ലാ രേഖകളും അവരോടൊപ്പം ഉണ്ട്. അപ്പൊ ദിലീപിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് നമുക്ക് സ്വാഭാവികമായും നമുക്കറിയാം. ദിലീപിന്റെ ഭാഗത്തായിരിക്കാൻ സാധ്യത വളരെ 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 കുറവാണ്. അപ്പൊ ഇവിടെ എന്തോ ഒരു അന്തർനാടകം, ഗൂഢാലോചന സംശയിക്കുന്നു താങ്കൾ? എന്തോ അവിടെ ഒരു ഗൂഢാലോചന സംശയിക്കുന്നു? അല്ല, ഈ പണം എവിടെ നിന്ന് ലഭിച്ചു? ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു സാധാരണക്കാർക്ക് ഒരു സുപ്രീം കോടതിയിലൊക്കെ പോയി പല പ്രാവശ്യം ജാമ്യത്തിനായി അപേക്ഷ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നത് എവിടെ നിന്ന് ലഭിച്ചു? അതിന്റെ സോഴ്സ് ഓഫ് ഇൻകം എവിടെ? അതൊരു വലിയ ചോദ്യമല്ലേ? ഇവിടെ വലിയ പുകമറ സൃഷ്ടിച്ചിട്ട്, ഇവിടെ വലിയ വൈകാരികത സൃഷ്ടിച്ചിട്ട് ദിലീപിനെ ശിക്ഷിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യവും വേണ്ടെന്ന്, ഈ 2 കാര്യം പോരെ? പൾസർ സുനി ചെയ്തു, പൾസർ സുനിയെ ചെയ്യിച്ചത് ദിലീപാണ്. 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നിയമത്തിന്റെ ABCD അറിയാവുന്നവർക്ക് അറിയാലോ. ദിലീപ് പണം കൊടുത്തിട്ടുണ്ടോ? ശരി, വ്യക്തമാണ് ശ്രീ സജി നന്ദ്യാട്ട്, വ്യക്തമാണ്. ഞാൻ ഒരു സമയത്തിന്റെ ഇടപെടൽ കൊണ്ട് ഞാൻ ഇടപെട്ടത് ക്ഷമിക്കണം.